പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യം, മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു. എല്ലാ ദിവസത്തിൻ്റെ മേലും അധികാരം ഉള്ളവനത്രേ കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. അവൻ സകലത്തിനും രാജാവ്, സകലത്തിനും കർത്താവ്, സകലത്തിൻ്റെയും കാരണഭൂതൻ. ഹല്ലേലൂയ. ലൂക്കോസ് വിശേഷം ഹല്ലേലൂയ 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ നാം ഈ സംഭവ ചരിത്രം വായിക്കുന്നു. ഹല്ലേലൂയ. മറ്റൊരു ശബത്തിൽ യേശു പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ വലങ്കൈ വരണ്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ സൗഖ്യമാക്കുമോ എന്ന് ചുറ്റുപാട് നിൽക്കുന്ന ശാസ്ത്രിമാരും പരീശന്മാരും നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ നടുവിൽ യേശു അവനെ സൗഖ്യമാക്കി. ഒരിക്കൽ കൂടെ യേശു ജനത്തോട് വിളിച്ചു പറഞ്ഞു, മനുഷ്യപുത്രന് ശബത്തിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അവൻ ശബത്തിൻ്റെയും കർത്താവത്രേ. ഒരു സമയത്തിൻ്റെയോ ഒരു ദേശത്തിൻ്റെയോ ഒരു കാലഘട്ടത്തിൻ്റെയോ മാത്രം ദൈവമല്ല. യേശു സകലത്തിനും കർത്താവത്രേ, എല്ലാറ്റിനും കർത്താവത്രേ. ഹല്ലേലൂയ. ഈ സംഭവ ചരിത്രത്തിൽ നിന്ന് ഒന്നാമതായി പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, യേശുവിന് ഏത് ദിവസവും പ്രവർത്തിക്കാൻ സാധിക്കും. ഇന്ന ദിവസം മാത്രമെന്നല്ല, എല്ലാ ദിവസവും 7 ദിവസവും 24 മണിക്കൂറും അല്ല, 365 ദിവസവും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായവനത്രേ. അവൻ സകലത്തിൻ്റെ മേലും രാജാവും കർത്താവും അത്രേ. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സമയം ശരിയായിട്ടില്ല, സമയം നന്നായിട്ടില്ല, ഇനിയും കാത്തിരിക്കണമെന്ന് ലോകം പറയുമ്പോൾ നിങ്ങളുടെ വാഗൊണ്ടൊന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? യേശു കർത്താവ് ശബത്തിനും കർത്താവാ. യേശു കർത്താവ് സമയത്തിന് അതീതനത്രേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഏത് സമയത്തും ഏത് കാലഘട്ടത്തിലും അത്ഭുതം സംഭവിക്കും. അവൻ തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമത്രേ. ഇന്ന സമയമെന്നോ ഇന്ന കാലഘട്ടമെന്നോ പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾക്ക് ഇനി ഡിലേ കൊണ്ടുവരാൻ പറ്റത്തില്ല. അവൻ ഏത് സമയത്തും പ്രവർത്തിക്കും, ഏത് സ്ഥലത്തും പ്രവർത്തിക്കും. ഏത് ആവശ്യത്തിനും അവൻ മതിയായ ദൈവമാണ്. ഏത് ആവശ്യത്തിനും ഏത് സ്ഥലത്തും ഏത് കാര്യത്തിനും അവൻ മതിയായ ദൈവമത്രേ. അതുകൊണ്ട് നമ്മുടെ വാഗൊണ്ട് നാം ഏറ്റുപറയണം, യേശു കർത്താവ് സകലത്തിനും കർത്താവാ. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അവൻ ഹല്ലേലൂയ എൽ ശദായിയ, അവൻ സർവശക്തനാ. അവൻ്റെ മുമ്പാകെ മടങ്ങാത്ത ഒരു മുട്ടുമില്ലെന്ന് നമ്മുടെ വാഗൊണ്ട് ഏറ്റുപറയുക. അതാ ഒന്നാമത്തെ കാര്യം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്രേ. 2, നിങ്ങൾ ഇതിനകത്ത് വായിക്കുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, പരീശന്മാർ യേശുവിനെ കുറ്റം പറയാൻ സംഗതി നോക്കേണ്ടതിന് അവനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. യേശു സൗഖ്യമാക്കുന്നത് നോക്കിക്കൊണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ആ വരണ്ട കൈയുള്ള മനുഷ്യനോ ചുറ്റുപാടുമിരിക്കുന്നവരോ ഒരുപക്ഷെ യേശുവിൽ വിശ്വസിച്ചില്ലെങ്കിലും ഇതാ എതിരികൾക്ക് യേശുവിനെക്കുറിച്ച് നല്ല ഉറപ്പാണ്. ശത്രുമണ്ഡലത്തിന് നന്നായിട്ടറിയാം യേശു ആരെന്ന്. അവർക്ക് യേശുവിനെ കുറ്റം പറയാൻ സംഗതിയാണ് നോക്കുന്നത്. യേശു സൗഖ്യമാക്കുമോ ഇല്ലയോ എന്നതല്ല അവരുടെ പ്രശ്നം. അവർ കുറ്റം പറയാൻ നോക്കി നിൽക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രിയരെ, നിങ്ങൾക്കതുപോലൊരു വിശ്വാസം വേണം, നിങ്ങൾക്കും ഉറപ്പ് വേണം. യേശു ഇതിനകത്ത് ചെയ്യാൻ പറ്റുമെന്ന്. യേശുവിന് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിശ്ചയമായി അത്ഭുതം സംഭവിക്കും. യേശുവിൻ്റെ പ്രവൃത്തിയെ നിഷേധിക്കാൻ ശത്രുമണ്ഡലത്തിന് പോലും പറ്റത്തില്ല. അവർക്ക് പോലും നന്നായിട്ടറിയാം, എത്ര വലിയ രോഗിയാണെങ്കിലും, എത്ര വലിയ പ്രശ്നമാണെങ്കിലും, എത്ര വലിയ ഭൂതബന്ധിത അവസ്ഥയാണെങ്കിലും യേശു മതിയായവനാ. ആ പ്രശ്നങ്ങളെ അഴിക്കാൻ, അതിന് പരിഹാരം ചെയ്യാൻ, അതിനകത്തൊരു വിടുതൽ കൊടുക്കുവാൻ യേശു കർത്താവ് മതിയായവനത്രേ. അവൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. യേശു മാത്രം കർത്താവെന്ന് സകല ജാതിയും വിളിച്ചു പറയും. യേശു മതിയായ ദൈവമാണ്. ശാസ്ത്രിമാർക്കും പരീശന്മാരും കുറ്റം പറയാൻ നോക്കുമ്പോൾ യേശു കർത്താവ്
എല്ലാ നാവിനെയും അടയ്ക്കുന്ന ദൈവമത്രേ. അവൻ്റെ വാക്കിൻ്റെ മുമ്പിൽ, അവൻ്റെ പ്രവൃത്തിയുടെ മുമ്പിൽ എല്ലാ നാവും അടഞ്ഞു പോകും. ഇന്ന് പകൽക്കാലവും കുറ്റം പറയുന്നവരുടെ നടുവിൽ, എതിര് പറയുന്നവരുടെ നടുവിൽ നിങ്ങളെയും മാനിപ്പാൻ യേശു കർത്താവ് വിശ്വസ്തനാ. അതുകൊണ്ട് നേറ്റു പറയുമോ, യേശു മതിയായവനെന്ന്, യേശു വിശ്വസ്തനെന്ന്, യേശു അത്ഭുതങ്ങളുടെ ദൈവമെന്ന് വിളിച്ചു പറഞ്ഞാട്ട് നിങ്ങൾക്ക് വിരോധവും പ്രതികൂലവുമായി എല്ലാ നാവിനെയും അടയ്ക്കാൻ യേശു മതിയായ ദൈവമത്രേ. ഇതാ മൂന്നാമതായി ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, യേശുവിൻ്റെ വാക്കിന് നാം ഹല്ലേലൂയ അനുസരണം കാണിക്കണം. യേശുവിൻ്റെ വാക്കിൽ നാം ഇടപെടുമ്പോൾ, നാം അനുസരിക്കുമ്പോൾ നിശ്ചയമായി നമുക്ക് അത്ഭുതം കാണാൻ സാധിക്കും. യേശു ആ മനുഷ്യനോട് നടുവിൽ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ നടുവിൽ വന്നു നിന്നു. പ്രിയരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കൈവരേണ്ട ഒരു മനുഷ്യനെ നടുവിൽ നിർത്തുമ്പോൾ എല്ലാവരും അവനെ ശ്രദ്ധിക്കും. ആ പള്ളിയിൽ വന്ന പലർക്കും ഒരു പക്ഷേ അവൻ ഇരിക്കുമ്പോൾ, അവനൊരു സ്ഥലത്തായിരിക്കുമ്പോൾ ആരും ശ്രദ്ധിച്ചു കാണത്തില്ല, ആർക്കും അവൻ്റെ ബലഹീനത അറിയത്തില്ല. എന്നാൽ യേശു നടുവിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഒരു കാര്യം ചിന്തിച്ചു കാണും, ഇപ്പോൾ എല്ലാവരും അറിയും ഞാനൊരു വരണ്ട കൈയുള്ള മനുഷ്യനെന്ന്. എന്നാലും അവൻ അതിന് നാണം വിചാരിക്കാതെ, അതിന് മടി വിചാരിക്കാതെ യേശുവിനെ അനുസരിപ്പാൻ തയ്യാറായി. ആ യേശുവിനെ അനുസരിക്കുന്നതിൻ്റെ വില അവൻ കൊടുത്തു. ഒരുപക്ഷെ ഹല്ലേലൂയ യേശുവിൻ്റെ വാക്കിന് താൻ അനുസരണം കാണിക്കുമ്പോൾ ഹല്ലേലൂയ തന്നെക്കുറിച്ചുള്ള ചുറ്റുപാടുമുള്ളവരുടെ അഭിപ്രായം മാറിയെന്ന് വരാം. മറ്റുള്ളവർ അവനെ നോക്കി കളിയാക്കിയെന്ന് കാണാം, ചിരിച്ചെന്ന് കാണാം. എന്നാൽ അവൻ വിചാരിച്ചു, ഹല്ലേലൂയ ആര് എന്ത് വിചാരിച്ചാലും ഇന്നെൻ്റെ വിടുതലിൻ്റെ ദിവസമാണ്, ഞാൻ യേശുവിനെ അനുസരിക്കുമെന്ന് പറഞ്ഞ് അവൻ നടുവിൽ വന്നു നിന്നു. പ്രിയരെ, നിങ്ങളുടെ അനുസരണത്തിന് നിങ്ങൾ എത്ര വലിയ വില കൊടുത്താലും അനുസരിപ്പാൻ തയ്യാറാണോ? നിശ്ചയമായി അത്ഭുതം നിങ്ങൾ കാണും. നിങ്ങൾക്കൊരു വിടുതൽ വേണമെങ്കിൽ മനുഷ്യർ എന്ത് വിചാരിക്കുമെന്നോ, ചുറ്റുപാടുമുള്ളവർ എങ്ങനെ നിങ്ങളെ കാണുമെന്നോ വിചാരിക്കാതെ യേശുവിനെ ഒന്ന് അനുസരിച്ചാട്ട് അവനെ അനുസരിക്കുന്നവരെ നിശ്ചയമായി അവൻ മാനിക്കും. തന്നെ അനുസരിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവൻ അത്രേ നമ്മുടെ കർത്താവ്. ഇന്ന് പകൽക്കാലവും യേശു കർത്താവ് സകലത്തിനും ദൈവം, സകലത്തിനും മതിയായവൻ, സർവശക്തനായ ദൈവം. അവൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.